ഹായ്, വെൽക്കം ടു പീസ്ഫുൾ പിങ്ക്. ഇന്ന് ഒരു മോർണിംഗ് സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രം മൈ കിച്ചണിലെ മോർണിംഗ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളുണ്ടാവുമല്ലോ നമുക്ക് ഈ സ്ഥിരം കോമ്പിനേഷൻസ് ആയിട്ടുള്ള പുട്ടുകടല, ദോശ, ചട്നി അതൊന്നും കഴിക്കാൻ തോന്നാത്തൊരു ദിവസങ്ങൾ, അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ചപ്പാത്തിയും ഒരു ബട്ടർ ചിക്കനും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നുമല്ല, പക്ക വെരി വെരി ഹോംലി റെസിപ്പിയാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ആ ഒരു സ്ഥിരം കോമ്പിനേഷൻസ് മാറ്റി പിടിക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറ്. ഇപ്പോൾ ചിലതൊന്നും ഉണ്ടാവില്ല, എല്ലാതും എപ്പോഴും നമ്മളെ വീട്ടിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കുറേയൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ആ മിസ്സിങ്ങൊക്കെ എൻ്റെ കുറച്ച് വേർഷൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ. പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ വേർഷൻ്റെ ഏതെങ്കിലും ഒരു കോണിലുള്ളൊരു ടേസ്റ്റ് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അതുമാത്രമല്ല, നമ്മളെന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആ ഫുഡ് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിനി പ്രിപ്പറേഷനൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു കേട്ടോ. അതിനിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഫ്രൈ ചെയ്യാൻ പോവാണ്. എയർ ഫ്രയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഞാനിവിടെ ലൈനറായിട്ട് അലുമിനിയം ഫോയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് യൂസ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ എയർ ഫ്രയർ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലൈനർ വാങ്ങാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും എനിക്ക് കിട്ടാറില്ല. എൻ്റെ ചപ്പാത്തി എപ്പോഴും ഒരു സ്ക്വയർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മാപ്പ് ഷേപ്പാണ് കേട്ടോ കിട്ടാറ്. പക്ഷെ എന്നാലും ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ട് ഏകദേശം ഒരു റൗണ്ടൊക്കെ സെറ്റാക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് ആ ഒരു സെയിം പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. വെജിറ്റബിൾസൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ നേരിട്ട് ആ പാനിക്ക് തന്നെ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഒന്ന് സെറ്റായി വരുമ്പോൾ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ടൊമാറ്റോ ഒക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്കിനി മസാലകളൊക്കെ ചേർക്കാം. ശരിക്കും ഇവിടെ കാഷ്യൂസാണ് ചേർക്കേണ്ടത്. ഞാൻ കാഷ്യൂസ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഈ പീനട്ട് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ റോസ്റ്റഡ് പീനട്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് റോസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൊമാറ്റോയൊക്കെ ഇടുമ്പോൾ തന്നെ ടൊമാറ്റോക്ക് മുന്നോ അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ ഇടുമ്പോൾ ഈ പീനട്ട് ഇട്ടാൽ നമുക്ക് അതിൻ്റെ കൂടെ റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂളായതിന് ശേഷമാണ് കേട്ടോ ഈ മിക്സിയിൽ ഇട്ടിട്ട് ഇതിനെ പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു ഗ്രേവിക്കുള്ള മിക്സ് സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈങ് പാനിൽ കഴിക്കാം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് വേണം കേട്ടോ ഈ ഒരു മിക്സ് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തരികളൊന്നും ഇല്ലാതെ നല്ല എന്താ പറയുക, നല്ല സ്മൂത്തായിട്ട് വേണം ഇത് മിക്സ് അടിക്കാൻ. അതിൻ്റെ ഇടയിൽ നമുക്ക് റിവാനെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ.
ചിക്കൻ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ അതിലേക്കൊന്ന് മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റായിട്ട് ഫ്രൈ ചെയ്യാതെ ഒരു 80% ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ നമ്മൾ അത്യാവശ്യം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ബട്ടറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ബട്ടർ ഇല്ലാതെ എന്ത് ബട്ടർ ചിക്കൻ അല്ലേ. പിന്നെ ഇതാ ഫ്രഷ് ക്രീമിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യോഗട്ടാണ്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന യോഗട്ടാണ് കേട്ടോ. യോഗട്ട് ഏറ്റവും അവസാനം ചേർക്കുന്നതായിരിക്കും നല്ലത്. യോഗട്ട് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കണ്ട എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ലാസ്റ്റ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം, കഴിക്കാം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top.